ഓക്കെ, മാത്സിൻ്റെ എന്നല്ല, ശരിക്കും മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒരു ബോർഡ് മാസിൻ്റെ ചോദ്യമാണ്. നോക്കാം, 35 ഇൻറ്റു 2 മൈനസ് 47 പ്ലസ് 10 മൈനസ് 13 ഇൻറ്റു 3 പ്ലസ് 12 ഭാഗം 2 എത്രയാണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പം പോസ് ചെയ്യുക, നിങ്ങൾ ഉത്തരം ചെയ്യുക. ഞാൻ എന്തായാലും അധികം സമയം എടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഉത്തരം താഴോട്ടങ്ങ് ചെയ്യുന്നു. അതുകൊണ്ട് ഇങ്ങോട്ടങ്ങ് ചെയ്യുവാണ്. ഒന്നാമത്തെ എൻ്റെ ഉത്തരം ഇങ്ങോട്ടങ്ങ് ചെയ്യാം. അപ്പം ആദ്യം ഏതാണ്? ബോർഡ് മാസാണ്. BODMAS ബ്രാക്കറ്റ് ഓപ്പൺ. അത് കഴിഞ്ഞിട്ട് ഭാഗം, ഗുണനം, കൂട്ടൽ, കുറയ്ക്കൽ. ഈ കൂട്ടലും കുറയ്ക്കലും ഒരുമിച്ച് ചെയ്താൽ മതി. അപ്പം ആദ്യം തുടങ്ങേണ്ടത് ഭാഗിക്കണം, പിന്നെ ഗുണിക്കണം, പിന്നെ കൂട്ടണം, പിന്നെ കുറയ്ക്കണം. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ആദ്യം ബ്രാക്കറ്റിനകത്ത് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. ഇനി അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് അത് അനുസരിച്ച് ചെയ്തു നോക്കാം. ആദ്യം എന്തോ ചെയ്യണം? ആദ്യം ഭാഗിക്കണം. അപ്പം എന്തോ ചെയ്യണം? ആദ്യം ഭാഗം കിടക്കുന്ന ഏതാ? 12 ഭാഗം 2. അപ്പം എന്തോ ഇതും 35 ഇൻറ്റു 2 മൈനസ് 47 പ്ലസ് 10 മൈനസ് 13 ഇൻറ്റു 6. 12 ഭാഗം 2 6. ഇനി അപ്പം അടുത്ത് എന്ത് വേണം? ഇനി അടുത്ത ഗുണിക്കണം, ഇല്ലേ? ഗുണിക്കണം. അപ്പം ഇതിനകത്ത് ഇനി ഗുണിക്കുന്ന എല്ലാം കൂടി അങ്ങ് ചേർത്തിട്ടിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഗുണിക്കുന്ന സ്റ്റെപ്പുകൾ മാത്രം ഗുണിക്കുക. അപ്പം 2 സ്റ്റെപ്പുകളാണ് ഗുണിക്കാനുണ്ട്. ഇവിടെയും ഗുണിക്കാനുണ്ട്, ഇവിടെയും ഗുണിക്കാനുണ്ട്. അത് ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പം എങ്ങനെ വരും? അപ്പം അത് 2 ഗുണിച്ച് കഴിയുമ്പം എങ്ങനെയാണ്? 35 ഇൻറ്റു 2 എത്രയാണ്? 70. 70 മൈനസ് 47 പ്ലസ് 10 മൈനസ് 13 ഇൻറ്റു 3 39. 39 പ്ലസ് 6. ഇനി ഇതിനെ 2 രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഓരോന്നും കുറച്ച് അതിൽ നിന്ന് കൂട്ടി വരാം. അതിനെക്കാട്ടി എളുപ്പമുള്ള മാർഗം ഇപ്പം മൈനസ് കിടക്കുന്ന എല്ലാം അങ്ങ് ഒരുമിച്ച് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം മൈനസ് 47 മൈനസ് 39 ഇല്ലയോ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? മൈനസ് 86. ഇനി കൂട്ടാനുള്ള സാധനങ്ങളെല്ലാം കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 70 10 70 10 80 86. അപ്പം 86 മൈനസ് 86 0. ഓപ്ഷനിൽ 0 എന്നൊരു ഉത്തരം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഉത്തരം ഡി ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. 25 മിനിറ്റ് കൊണ്ട് സൂചി എത്ര ഡിഗ്രി തിരിയും? 25 മിനിറ്റ് കൊണ്ട് ഒരു സൂചി എത്ര ഡിഗ്രി തിരിയും? ഇത് വളരെ സിമ്പിളായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഒരു സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. ഒന്നും കൂടി, 1 മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും? 6 ഡിഗ്രി തിരിയും. അപ്പം എത്ര? 25 മിനിറ്റ് കൊണ്ടെന്നല്ലേ? അപ്പം 25 മിനിറ്റ് കൊണ്ട് എത്ര? 25 ഇൻറ്റു 6 എത്ര? 150. 150 എന്ന ഓപ്ഷൻ ഡയറക്റ്റ് കിടപ്പുണ്ടോ നോക്ക്. ഓപ്ഷൻ സി 150. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അതായത് എങ്ങനെയാണ്? അതായത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രിയാണ്. അപ്പോൾ 25 മിനിറ്റ് ഇൻറ്റു 25 150 ഡയറക്റ്റ്. ഓക്കെ, അതേപോലെ മണിക്കൂർ സൂചിയും കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 0.5 ഡിഗ്രിയും 1 മണിക്കൂറിൽ 30 ഡിഗ്രിയുമാണ് തിരിയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ MAN 16 ആണ്. താഴെ കൊടുത്തിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന നോക്കുക. GIRL 20, WOMAN 36. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിന് എന്തോ ചെയ്യണം? ആദ്യം ഈ MAN എങ്ങനെ 16 ആകും എന്ന് നോക്കാം. ഇപ്പം A1 B2 അങ്ങനെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം നോക്കാം. A1 B2 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കുമ്പം എമ്മിൻ്റെ അത് എത്ര കിട്ടും? M 13 M എന്ന് പറയുമ്പോൾ 13 A 1 N
14 അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴോ, ഇതെല്ലാം കൂടി കൂട്ടുമ്പം 28. ഓക്കെ, 28 കിട്ടും. അപ്പം 28 കിട്ടും. ഇനി 28-നെ എങ്ങനെ 16 ആക്കാം? 28-നെ എങ്ങനെ 16 ആക്കാം? 28-ൻ്റെ പാതി വരത്തില്ല. പിന്നെ എങ്ങനെ ആകാം? ഈ രണ്ട് സംഖ്യകളെ കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കേ. 2ഉം 8ഉം 28 2 × 8 16 കിട്ടത്തില്ലേ? നിലവിൽ ആ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചു 16. അപ്പോൾ ഇതേ സാധ്യത ഇനി ബാക്കിയുള്ളതിനകത്തും ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ MAN ആയിരുന്നു. ഇനി അടുത്ത ആദ്യ ഏതാ? GIRL. അപ്പം ജിയുടെ വാല്യൂ എത്രയാണ്? 7. ജിയുടെ വാല്യൂ 7, ഐയുടെ വാല്യൂ 9, ആറിൻ്റെ വാല്യൂ 18, എല്ലിൻ്റെ വാല്യൂ 12. ഒന്ന് കൂട്ടി വെക്കാം. 18ഉം 12ഉം 30, 39, 39 7ഉം 46. അപ്പം 46 എന്ന് പറയുമ്പം ഇനി നമ്മൾ നേരത്തെ ഇതിനെ തമ്മിൽ ഗുണിക്കണം. 4 × 6, 4 × 6 എത്ര? 24. 24 അല്ല. അപ്പം ഒന്നാമത്തത് തെറ്റാണ്. അപ്പോൾ ഒന്ന് തെറ്റെന്ന് പറഞ്ഞുള്ള 2 ഓപ്ഷനാണുള്ളത്. 1, 1, 2 തെറ്റാണ്. 1 തെറ്റും 2 ശരി. ഈ 2 ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം. ഇനി അപ്പം അതിനകത്തേക്ക് പോയാൽ മതി. ഇനി അപ്പം വുമണിലേക്ക് നോക്കാം. ഇതേപോലെ വുമൺ WOMAN വുമൺ. ഡബ്ല്യൂയുടെ വാല്യൂ എത്ര? W 23. ഓയുടെ വാല്യൂ 15. എമ്മിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? 13. A 1, N 14. ഇതെല്ലാം കൂടി കൂട്ടി നോക്കാം. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 66. അപ്പോൾ 6 × 6 എത്രയാണ്? 36. 36 വുമൻ്റെ വാല്യൂ? ആണ്, 36. അപ്പോൾ 1 ശരിയും 1 തെറ്റും 2 ശരിയുമാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ഉത്തരം. കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം. ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം എന്നെഴുതിയിരിക്കുന്നത് NBMBQQVSBM എന്ന് ആണ്. അങ്ങനെയാണെങ്കിൽ കാസർഗോഡിനെ ഏത് ഭാഷയിലേക്ക് എഴുതും? ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചിന്തിച്ചേ. മലപ്പുറം NBBQQ എന്നാവുന്നതിനു, അതായത് എമ്മിനെ എങ്ങനെ എന്നാക്കാം? എമ്മിന്ന് ഒന്ന് കൂട്ടിയാൽ പോരെ N. അപ്പം A കഴിഞ്ഞിട്ട് അടുത്തത് കഴിഞ്ഞിട്ടല്ലയോ B? ഓക്കെ, ഇങ്ങനെ വരുന്നതാണോ എല്ലാം നോക്കുക. അപ്പം N കഴിഞ്ഞിട്ടാണ് M കഴിഞ്ഞിട്ടാണ് N, A കഴിഞ്ഞിട്ട് B, L കഴിഞ്ഞിട്ട് A കഴിഞ്ഞിട്ട് B, അത് കഴിഞ്ഞിട്ട് L കഴിഞ്ഞിട്ടാണ് ഏത്? LM. അപ്പം പിന്നെ A കഴിഞ്ഞിട്ട് അടുത്തത് B, പിന്നെ PP കഴിഞ്ഞിട്ടാണ് Q, അപ്പം 2 Q, പിന്നെ U കഴിഞ്ഞിട്ടാണ് V, പിന്നെ R കഴിഞ്ഞിട്ടാണ് S. ഓക്കെ, A കഴിഞ്ഞിട്ടാണ് B. പക്ഷെ അവസാനം M കഴിഞ്ഞിട്ട് N അല്ല കൊടുത്തിരിക്കുന്നത്, M തന്നെ കൊടുത്തിരിക്കുന്നത്. അതായത് അവസാന വാല്യൂ സെയിമും ബാക്കിയുള്ള വാല്യൂസ് എല്ലാം എന്താണ്? ഒന്ന് കൂടിയത്. ഓക്കെ, അങ്ങനെ വരുന്ന ഏതുണ്ട്? അപ്പം ഏറ്റവും അവസാനം D തന്നെ വരണം. ഏറ്റവും അവസാനം 3 D ആണ് വരുന്നത്. K കഴിഞ്ഞിട്ട് അടുത്തത് ഏതാ? KL. എല്ലിൽ തുടങ്ങുന്ന ഡിയിൽ അവസാനിക്കുന്നത് അതൊന്നേ ഉള്ളൂ, A. മതി, തീർന്ന്. ഉത്തരം A ആണ്. ഓർക്കുക, ഈ ക്വസ്റ്റ്യൻ ഫുള്ള് നോക്കണം. അതായത് ചുമ്മാ ആദ്യത്തെ ഭാഗം മാത്രം നോക്കി, അതായത് ഈ പാതി വരെ മാത്രം നോക്കി, ലാസ്റ്റ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പോകും. കാരണം അവസാനത്തെ M ഇവിടെ M തന്നെയാണ്. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഉത്തരം A ആണ്. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ നടക്കുന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടക്കുന്നു. എങ്കിൽ യാത്ര തുടങ്ങിയ സ്ഥലവും ഇപ്പോൾ നിലവിലുള്ള സ്ഥലവും തമ്മിലുള്ള അകലം എത്ര? ഓക്കെ, അപ്പം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു.
ഇവിടുന്ന് ആദ്യം ഏത് ദിക്കിലോട്ടാണ് കിഴക്കോട്ട് പോകുന്നത്. കിഴക്കോട്ട് എത്ര കിലോമീറ്റർ പോയി? 13 കിലോമീറ്റർ പോയി. അപ്പം 13 കിലോമീറ്റർ കിഴക്കോട്ട് പോയി. പിന്നെ എങ്ങോട്ട്? ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ. ഇടത്ത് ഇങ്ങോട്ടല്ലേ ആൾ ഫേസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഇടത്ത് സൈഡ് ഏതാ? ഇതാണ്. അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞ് 11 കിലോമീറ്റർ പോയി. ഇപ്പോൾ ഇയാൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങോട്ടാ? മേലോട്ട്, അതായത് ആരോ കിടക്കുന്നതിൻ്റെ നേരെയാണ് അയാൾ ഫേസ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് എങ്ങോട്ട് പോയി? അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെയും ഇടതുവശത്തേക്ക് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ പോയി? 5 മീറ്റർ പോയി. 5 മീറ്റർ പോയി. ഇപ്പം പുള്ളി ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് എങ്ങോട്ടാ? വീണ്ടും അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ പോയി. 5 മീറ്റർ പോയി. ഓക്കെ, ഇതും 5 മീറ്റർ. ഇപ്പം ഇയാൾ ഇവിടാണ് നിൽക്കുന്നത്. ഇവിടാണ് നിൽക്കുന്നത്. ഓക്കെ, ചോദ്യം: ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവും തുടങ്ങിയ സ്ഥലവും തമ്മിലുള്ള എത്ര അകലത്തിലാണെന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, ഇപ്പം നിൽക്കുന്ന സ്ഥലം ഇവിടെ, തുടങ്ങിയ സ്ഥലം ഇവിടെ. അപ്പം ഏറ്റവും അകലം കാണാനായിട്ട് ഇവിടെ നിങ്ങോട്ടൊരു വരയങ്ങ് വരച്ചാൽ പോരെ. ഇതായിരിക്കും അകലം. ഇത് കാണണമെങ്കിൽ എന്തു ചെയ്യണം? ഈ അകലവും കൂടി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പം ഈ അകലം ഇനി നമുക്ക് ഓരോ അകലം നോക്കാം. മൊത്തത്തിൽ 13 ഉണ്ട്. അപ്പം മേളിൽ പാരലായിട്ട് 5 മീറ്റർ ഇയാൾ ഇങ്ങോട്ട് സഞ്ചരിച്ച്. അപ്പം 13-ൽ നിന്ന് 5 കുറച്ചാൽ ഇവിടെ എത്ര വരും? അപ്പം 8 മീറ്ററാണ് താണ്ട് ഇവിടെ വരുന്നത്. അപ്പം 8 ഇവിടെ വന്ന്. മനസ്സിലായെന്ന് തോന്നുന്നു. മൊത്തത്തിൽ 13, 5 മീറ്റർ ഇയാൾ താണ്ട് മേളിൽ വന്നിട്ട് ഇങ്ങോട്ട് പാരലായിട്ട് സഞ്ചരിച്ച്. അപ്പം 5 മീറ്റർ കുറച്ചു. അപ്പം ഇവിടെ ബേസിൽ വരേണ്ടത് 8. ഇനി മുകളിലോട്ട് മൊത്തത്തിൽ സഞ്ചരിച്ചത് 11. മുകളിലോട്ട് മൊത്തത്തിൽ, അതായത് ഈ ഗ്രാൻഡ് ടോട്ടൽ ദൂരം 11. അതിൽ നിന്ന് 5 പുള്ളി ഇങ്ങോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ബാക്കി 11-ൽ നിന്ന് 5 കുറച്ചാൽ 6. അപ്പം ഇവിടെ 8, ഇവിടെ 6. ഇനി അപ്പം കണ്ടുപിടിക്കേണ്ടത് ഇത്. അപ്പം പാദമുണ്ട്, ഉയരമുണ്ട്. കർണം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ പാദവും ഉയരവും തന്നിട്ട് കർണം കണ്ടുപിടിക്കണമെങ്കിൽ പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ഈസിക്കൽ ടു കർണം സ്ക്വയർ. അതായത് 8ൻ്റെ സ്ക്വയർ എത്ര? 84. 8ൻ്റെ സ്ക്വയർ 64. ഇനി അടുത്തത് 6ൻ്റെ സ്ക്വയർ 36. അപ്പം പാദം സ്ക്വയറും ലംബ സ്ക്വയറുമായി. അപ്പം ഏതാണ്? റൂട്ടാണ്. ഇത് രണ്ടും റൂട്ടാണ്. അപ്പം റൂട്ട് ഓഫ് 100 ആയിരിക്കും ഏതാണ്? കർണം സ്ക്വയർ. അതായത് 100 ഏതിൻ്റെ റൂട്ടാ? 10ൻ്റെ. അപ്പം 10 എന്നൊരു ഉത്തരം ഉണ്ടോ? അതാണ്ട് ഇവിടെ. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഇത് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഈ 5ാമത്തെ ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഈ 5. അതേപോലെ ഏതെങ്കിലും ഒരു സാധനം തന്നിട്ട്, ഏതാണെങ്കിലും കോഡ് തന്നിട്ടുണ്ട്. അതേപോലെ ക്ലോക്കിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഒരു ബോർഡ് മാസ്. സ്ഥിരം കേറ്റിൻ്റെ മാത്സിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. അപ്പം അതുകൊണ്ട് അത് നോക്കി പോവുക. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.